നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഒപ്റ്റിലിങ്കിൻ്റെ മോഡൽ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അൺബോക്സ് ഒരു ഓവർവ്യൂ, ചെറിയൊരു റിവ്യൂ ആണ്. ഇത് നമുക്ക് കേരള ആവശ്യം പ്രൊവൈഡ് ചെയ്ത മോഡമാണ്. അപ്പോൾ ONT മോഡമാണെന്ന് തോന്നുന്നു. അപ്പം അതെ, ജീപ്പോൺ ONT മോഡമാണ്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തതിൻ്റെ സ്പെസിഫിക്കേഷനും ബാക്കി കാര്യങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, എത്ര വർഷം വാറണ്ടി വരുന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്ന സമയങ്ങളെങ്കിലും നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഒപ്റ്റിലിങ്കിൻ്റെ മോഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കേരള ആവശ്യം പ്രൊവൈഡ് ചെയ്ത മോഡോ ആണ് ഒപ്റ്റിലിങ്കിൻ്റെ. അതായത് ഇത് തന്നെയാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. മോഡൽ നെയിം വരുന്ന OPXONT71110N എന്നാണ് ഈ മോഡൽ നെയിം. ജീപ്പോൺ ONT മോഡോ ആണിത്. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ 3 വർഷം വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ നമുക്ക് സൈഡിൽ അവരുടെ കസ്റ്റമർ കെയറിൻ്റെ ആ ഒരു നമ്പർ ഇവിടെ എഴുതിയിരിക്കുന്ന കാണാം. ഇത് കസ്റ്റമർ കെയറിൻ്റെ നമ്പറാണ്. പിന്നെ ബാക്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ബാക്കി കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതായത് ഇത് 300 Mbps വയർലെസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് HD സ്ട്രീമിങ്ങിനൊക്കെ എടുക്കാൻ പറ്റിയ മോഡമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 2 ആൻറ്റിന ഉള്ള 11N ബാൻഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2.4 GHz ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ 2 ആൻറ്റിനയുണ്ട്, അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ 2 ആൻറ്റിനയുടെ ഒരു ഇത് പറയുന്നത് 2.5 dBi ആണ് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഇതിന് നല്ല പ്രൊട്ടക്റ്റഡ് നെറ്റ്വർക്കാണ്. അതായത് WPA PSK എൻസ്ക്രിപ്ഷൻ പ്രൊവൈഡഡ് പ്രൊട്ടക്ഷൻ അഗെൻസ്റ്റ് സെക്യൂരിറ്റി ത്രെഡ്സ്. അതായത് പെട്ടെന്നൊന്നും നമ്മുടെ പാസ്വേഡ് ഇട്ട് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിലുള്ള ഒരു മോഡമാണ് ഇതിൽ പറയുന്നത് അവർ. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഫോണ്, ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് ഫുള്ള് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പും നമുക്ക് LAN കേബിൾ വഴി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തുറന്ന് ആദ്യം തന്നെ കിട്ടുന്നത് തന്നെ ഇതിൻ്റെ ആ ഒരു ചാർജറല്ല, അഡാപ്റ്ററാണ് കിട്ടുന്നത്. അപ്പോൾ അതൊരു 12 വോൾട്ട് DC അഡാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ ഇൻവെർട്ടറിൽ കൊടുത്തെങ്കിലും ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. 12 വോൾട്ടേ ഉള്ളൂ. ഓക്കെ, അതാണ് ആദ്യം നമുക്ക് കിട്ടുന്നത്. പിന്നെയാണ് നമുക്ക് നമ്മുടെ മോഡം ഇവിടെ കിട്ടുന്നത്. അപ്പോൾ മോഡം നമുക്ക് സൈഡിലോട്ട് മാറ്റി വെച്ചേക്കാം. പിന്നെ അടുത്തതായി വരുന്നതാണ് നമ്മുടെ ആ ഒരു യൂസർ മാനുവലാണ് വരുന്നത്. യൂസർ മാനുവലും കോൺഫിഗറേഷനും ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കി നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാവുന്നേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തന്നെ. ഇനി നമുക്ക് നമ്മുടെ മോഡം നോക്കാം. മോഡം ഈ ഒരു പ്ലാസ്റ്റിക് ഒരു പേപ്പറിൽ പൊതിഞ്ഞാണ് വരുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ മോഡം. ഒപ്റ്റിലിങ്കിൻ്റെ മോഡമാണ്. ഇത് ഫോൾഡബിൾ ആൻറ്റിനയാണ് ഇതിൽ വരുന്നത്. ഇവിടെ താഴെ കാണാം അതിൻ്റെ പവറിൻ്റെ, ലോസിൻ്റെ, ലാനിൻ്റെ ഒക്കെ ലൈറ്റ് എത്തുന്ന സ്ഥലമാണ് വൈഫൈയുടെ. ഈ ആൻറ്റിന ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും 360 ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആൻറ്റിനയാണ്. ബാക്കിൽ നമുക്ക് കാണാം ആണിയിൽ തൂക്കിയിടാൻ പറ്റിയ 2 പോർട്ടുണ്ട്. പിന്നെ എയർ എക്സോസ്റ്റ് ആണ്, ഇത് ചൂടൊക്കെ വെളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 ആൻറ്റിന നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണോ തിരിച്ച് വെക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ലാൻ നമ്മുടെ ഈ ഒരു ഡെസ്ക്ടോപ്പിലെ ഈ ഒരു പോർഷനിലാണ് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കുന്നു ഈ ലാനിൻ്റെ. ഇതാണ് നമ്മുടെ ആ ഒരു ഒപ്റ്റിക്കൽ സ്പ്ലൈസ് ചെയ്ത് വരുന്ന ആ ഒരു പെട്ടിന്ന് വരുന്ന ആ ഒരു കേബിൾ. അതിൻ്റെ ആ ഒരു കേബിൾ നമുക്ക് ഈ ഒരു മോഡത്തിൻ്റെ ഏറ്റവും അറ്റത്താണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കൊടുക്കാനുള്ള സ്ഥലം. പിന്നെ ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്തതാണ് നമ്മുടെ DC അഡാപ്റ്റർ കൊടുക്കേണ്ട സ്ഥലം. നമ്മുടെ ആ ഒപ്റ്റിക്കൽ കേബിൾ കൊടുക്കേണ്ട സ്ഥലം ഒരു ക്യാപ്പ് വെച്ച് അടച്ച് വെച്ചേക്കും. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്തങ്ങ് കളഞ്ഞാൽ മതി. ഓക്കെ, റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അവിടെ തന്നെ നമുക്ക് കാണാം ഒരു ലോക്ക് പോലത്തെ സിസ്റ്റം. നമ്മുടെ ഈ ഒരു മഞ്ഞ ഒപ്റ്റിക്കൽ കേബിളിലും കാണും. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് അങ്ങ് ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും അത് ലോക്കായിട്ട് തന്നെ അവിടെ ഇരുന്നോളും. പിന്നെ ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ലാൻഡ് ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു ഉപയോഗമാണ്. പിന്നെ നമ്മൾ ആ കറക്റ്റായിട്ട് എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പം നിങ്ങളെല്ലാം ഓക്കെ ആവും. പിന്നെ അതാ ഇവിടെ ചെറിയ ലൈറ്റ് കത്തുന്ന കാണാൻ പറ്റും. ഓണാക്കുമ്പോൾ പവറിൻ്റെയും PONൻ്റെയും വൈഫൈയുടെയും ലൈറ്റ് കത്തുന്ന കാണാൻ പറ്റും. ലാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാനിൻ്റെയും കത്തും, അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മോഡത്തിൻ്റെ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രോഡ്ബാൻഡ് എങ്ങനെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയിട്ട് ഞാൻ ബ്രോഡ്ബാൻഡിൻ്റെ ബാക്കി വീഡിയോസും പ്ലാൻസിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് എടുക്കുന്നതിനുള്ള എല്ലാ ഡീറ്റെയിൽസും ഉള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഏത് കമ്പനിയുടെ ഏത്
പ്ലാൻസ് ആണോ ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ബ്രോഡ്ബാൻഡ് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കി വെച്ചാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലും അടിപൊളി കിടിലുമായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.